ചണ്ഡീഗഡ് നാട്ടിലെ ലീല എന്നു പേരുള്ള ഒരു പച്ചക്കറി വിൽപ്പനക്കാരി ഉണ്ടായിരുന്നു. ഓരോ വീട്ടിൽ പോയി പച്ചക്കറികൾ വിൽക്കും. നല്ല പച്ചക്കറിയാ ചേച്ചി, വാങ്ങിച്ചോളൂ. ഇതേപോലെ ലീല ഓരോ ദിവസവും പച്ചക്കറി വിൽക്കും. വൈകുന്നേരം ആവുമ്പോഴേക്കും പച്ചക്കറികൾ എല്ലാം കഴിഞ്ഞിരിക്കും. ഇതുപോലെ എണ്ണം വിറ്റാൽ ധാരാളം പൈസ ഉണ്ടാക്കി എനിക്ക് വലിയൊരു വീട് വെക്കണം. ഇങ്ങനെ വിചാരിച്ച് ലീലയുടെ ആഗ്രഹം അത്യാഗ്രഹമായി മാറി. പിറ്റേ ദിവസവും അവൾ മാർക്കറ്റിൽ പോയി പച്ചക്കറികൾ വാങ്ങി. ചേട്ടാ, ഈ തക്കാളിക്ക് വില അധികമാണല്ലോ. തക്കാളി മാർക്കറ്റിൽ കുറവാണേ, അതാണ് തക്കാളിക്ക് വില കൂടിയത്. വ്യാപാരി പറഞ്ഞത് കേട്ട് അവർക്ക് ഒരു ഐഡിയ തോന്നി. മാർക്കറ്റിലുള്ള എല്ലാ തക്കാളിയും വാങ്ങിയാൽ എല്ലാവരും എന്റെ അടുത്ത് നിന്ന് തക്കാളി വാങ്ങും. അതിനാൽ ഞാൻ വലിയ പണക്കാരിയാകും. അവർ വിചാരിച്ചു, ഈ തക്കാളി എല്ലാം വിറ്റ് വലിയ പണക്കാരിയാകും. ഇങ്ങനെ വിചാരിച്ച് അവൾക്ക് അതിമോഹമായി. നല്ല ഫ്രഷ് പച്ചക്കറിയാ ചേച്ചി, വാങ്ങിച്ചോളൂ. ഒരു കിലോ ഉള്ളി എടുത്തോളൂ. തക്കാളി ഉണ്ടോ നിന്റെ അടുത്ത്? എനിക്ക് തക്കാളി വാങ്ങാൻ കഴിയും, എന്നാൽ വില കൂടുതലാ. അവൾ മനസ്സിൽ വിചാരിച്ചു, എല്ലാവരും തക്കാളി ചോദിക്കുന്നുണ്ടല്ലോ. നിന്റെ അടുക്കൽ തക്കാളി ഉണ്ടോ? ഇല്ല ചേച്ചി, തക്കാളി കഴിഞ്ഞു. ഞാൻ നാളെ കൊണ്ടുവരാം, പക്ഷെ വില കൂടുതലാണ്. അന്ന് വൈകുന്നേരവും പച്ചക്കറികളെല്ലാം വിറ്റ് വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയിട്ട് അവൾ ഇങ്ങനെ ചിന്തിച്ചു, പട്ടണത്തിൽ പോയി കടയിലുള്ള എല്ലാ തക്കാളിയും വാങ്ങി വെക്കണം. അതിന് എന്റെ കയ്യിൽ കാശില്ലല്ലോ. ഇനി എന്തു ചെയ്യും? അവൾ കുറെ നേരം ആലോചിച്ചു. അവൾക്ക് ഒരു ഐഡിയ തോന്നി. എന്റെ കയ്യിലുള്ള മാല വിൽക്കാം. എന്നിട്ട് പട്ടണത്തിൽ പോയി ധാരാളം തക്കാളി വാങ്ങി വെക്കാം. ചേട്ടാ, ഇന്ന് എനിക്ക് തക്കാളി മാത്രം മതി, എല്ലാ തക്കാളിയും എടുത്തോളൂ. അങ്ങനെ അവൾ പട്ടണത്തിലുള്ള എല്ലാ തക്കാളിയും മേടിച്ച് തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. വലിയ വിലക്ക് വിറ്റ് എനിക്ക് വലിയൊരു പണക്കാരിയാവണം. അവൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നു. അപ്പോൾ എന്റെ അടുത്ത് മാത്രമേ തക്കാളി ഉണ്ടാവൂ. അപ്പോൾ എല്ലാവരും എന്റെ അടുത്ത് നിന്ന് തക്കാളി വാങ്ങും. പിറ്റേ ദിവസവും അവൾ പച്ചക്കറി വിൽക്കാൻ പോയി. തക്കാളി ഉണ്ടോ നിന്റെ കയ്യിൽ? എത്രയാ വില? തക്കാളിക്ക് നല്ല വിലയാ ചേച്ചി, എന്നാലും ഞാൻ നാളെ കൊണ്ടുവരാം. വിലയൊന്നും എനിക്ക് പ്രശ്നമില്ല, നീ തക്കാളി കൊണ്ടുപോയോ? അന്ന് വൈകുന്നേരവും പച്ചക്കറികൾ എല്ലാം വിറ്റ് വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ ഇങ്ങനെ ചിന്തിച്ചു, തക്കാളി നല്ല വിലക്ക് വിറ്റ് എനിക്ക് വലിയൊരു പണക്കാരിയാകണം. അവൾ ചിന്തിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് പോയി. തക്കാളി വെച്ച റൂമിലേക്ക് അവൾ പോയി. അപ്പോൾ അവിടെ കണ്ട കാഴ്ച അവളെ ഞെട്ടിക്കുന്നതായിരുന്നു. തക്കാളി എല്ലാം ചീഞ്ഞു പോയിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം, അതിമോഹം ആപത്താണ്.